ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വാനില ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ടൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് 2 മിനിറ്റ് ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതിയാവും. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1/4 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കണം. വിപ്പിംഗ് ക്രീം 1/4 കപ്പ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബൗൾ നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് ക്രീം ഒഴിച്ചതിന് ശേഷം ബീറ്റർ വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതിയാവുന്നതാണ്. ഇതുപോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിക്സില്ലേ, അത് ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ക്രീമിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഈ ക്രീമിലേക്ക് പഞ്ചസാരയൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു ക്രീമിന് ആദ്യമേ ഒരു മധുരം ഉണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിൽ അത്യാവശ്യം മധുരം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കൂടുതലായിട്ട് പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് ഇതിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അധികം ഇനി ഇത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ക്രീമൊക്കെ ഞാനിവിടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കും കേട്ടോ കിട്ടുന്നത്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ട്രേ ഞാൻ എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു ബൗൾ എടുത്തിട്ട് അതിന് വെച്ച് സെറ്റ് ചെയ്തെടുത്താലും മതിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്രീം മുഴുവൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് വെക്കണം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്താലും മതിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ട്രേയിലേക്ക് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്കിതൊരു 6-7 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ രാത്രി ഉണ്ടാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേന് നമുക്ക് ഐസ്ക്രീം ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങനെ റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇനി ഫ്രീസറിലോട്ടങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ 6 മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റാപ്പ് ചെയ്തതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു വാനില ഐസ്ക്രീം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ഐസ്ക്രീമിനുള്ളത്. ഇനി വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഉപയോഗിച്ചിട്ടും ഈ ഒരു വാനില ഐസ്ക്രീം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രഷ് ക്രീം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി, ഒരു കസ്റ്റർഡ് ഐസ്ക്രീമിൻ്റെ റെസിപ്പി നമ്മളിതിന് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വാനില ഐസ്ക്രീം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് വ്ളോഗ് ചെയ്യുമെന്നുള്ളത്. ഇൻഷാ അല്ലാ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എന്തായാലും നിങ്ങൾക്ക് വീഡിയോയുമായിട്ടുള്ള എന്ത് അഭിപ്രായമായാലും പ്രശ്നമില്ല. അത് കമൻറ്റ് ബോക്സിൽ എഴുതിയായിരിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.